ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയിട്ട് നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് നാളായി അമ്പലത്തിലൊക്കെ പോയിട്ട്. പിന്നെ അമ്മ ഇന്ന് ഫ്രീ ആണ്. അപ്പം ഞാനും അമ്മയും കൂടി ആവണങ്ങാട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മളുടെ ഇവിടെ നിന്ന് ഒരു 1 hour ട്രാവലിംഗ് ഉണ്ട്. നമ്മൾ ബസ്സിനാണ് പോണത്. തൃപ്രയാർ ചെന്നിട്ട് പിന്നെ ആവണങ്ങാട്ടേക്ക് അങ്ങനെയാണ് നമ്മൾ പോണത്. സോ നമുക്ക് പോകാൻ റെഡിയാവാം. ഫേസൊക്കെ ക്ലെൻസ് ചെയ്ത് കുളിച്ചതിന് ശേഷം സിറാണ് യൂസ് ചെയ്യുന്നത്. ഇത് വിൽവയുടെ മിൽക്ക് ഡ്രോപ്പ് സിറാണ്. അത് കുറച്ച് നേരം നമ്മൾ ഉണങ്ങാൻ വെച്ചതിന് ശേഷം സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സീക്ക ഗുഡ് വൈബ്സിൻ്റെ സീക്ക സൺസ്ക്രീമാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ചെടുത്ത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് മെബിലിൻ്റെ ഫൗണ്ടേഷൻ, അത് അടിപൊളി ഫൗണ്ടേഷനാണ് കേട്ടോ. നല്ല കവറേജ് ഉണ്ട്. പിന്നെ നമുക്ക് നല്ല ഒരു ഫിനിഷിങ്ങും തരുന്നുണ്ട്. പിന്നെ ലിപ് ബാം ഗുഡ് വൈബ്സിൻ്റെ ആണ്. ലിപ് ബാം ഇട്ടു, ഐബ്രോസ് ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണെഴുതി കൊടുത്തു. ഈ 2 കണ്ണും ഒരേപോലെ എഴുതാൻ പാടുന്ന പാട്, എന്നാലും എങ്ങനെയൊക്കെയോ ഒരേപോലെ ആക്കി എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അടി കാജൽ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾക്ക് ലിപ്പ് ലൈനർ ചെയ്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുന്നേ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കതോ നല്ലൊരു ലുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ അതിട്ട് കൊടുത്തു. പിന്നെ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. ഇത് ഇനി ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. ലിപ്സ്റ്റിക്ക് സ്പിരിറ്റ്, മാഴ്സിൻ്റെ സ്പിരിറ്റ്. അങ്ങനെ നമ്മളുടെ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞിട്ടുണ്ട്. ഞാനും അമ്മയും കൂടിയാണ് പോണത്. അതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ നടക്കാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം കഴിയുമ്പോൾ നമുക്ക് അടുത്ത അമ്പലമുണ്ട്, കൃഷ്ണൻ്റെ അമ്പലം. അവിടെ നിന്ന് വേഗം ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടി. തൃപ്രയാർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോയ്ക്കാണ് അമ്പലത്തേക്ക് പോയത്. കാരണം കുറച്ച് ദൂരമുണ്ട് അങ്ങോട്ട്. അവിടെ ചെന്ന് ഞങ്ങൾ ഉള്ളിൽ കയറി നന്നായിട്ട് തൊഴുതു. ഇന്ന് തിരക്ക് കുറവായിരുന്നു. ഞായറാഴ്ചയായപ്പം നല്ല തിരക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ ഭയങ്കര തിരക്ക് കുറവായിരുന്നു. അത് കഴിഞ്ഞിട്ട് മീനൂട്ടിന് പോയി. മീനൂട്ടിന് നമ്മൾ ആദ്യം തന്നെ കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കണം. 20 രൂപയാണ് ഇങ്ങനെ ഒരു കുഞ്ഞി ഡബ്ബിലുള്ള ചിപ്പിൽ അരി തരുന്നതിന്. എന്നിട്ട് അത് നമുക്കിങ്ങനെ മീനുകൾക്കൊക്കെ ഇട്ട് കൊടുക്കാം. കുറേ മീനുകൾ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നു മീനൊക്കെ. അതൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും കൂടി പുറത്തിറങ്ങി. ഓണാവാറായതുകൊണ്ട് തന്നെ അവിടെ പൂക്കൾ ഇട്ടിരുന്നു ഫ്രണ്ടിൽ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചന്ദനമൊക്കെ തൊട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് കയറി. അവിടെ അടുത്ത് തന്നെയുള്ള അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിനാണ് കയറിയത്. അടിപൊളി ഹോട്ടലാണ്, മീൻസ് ഫുഡാണ് അവിടുത്തെ. ഞങ്ങൾ മസാല ദോശയും വടയാണ് പറഞ്ഞത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ അവണങ്ങാട്ടിക്കുള്ള വെജിറ്റബിൾ പോകുന്ന വഴിക്കാണ് കണ്ണാടിക്കാവും അതുപോലെ തന്നെ ദേവസ്ഥാനവും. അങ്ങനെ ഞങ്ങൾ ആവണങ്ങാട്ട് ഫൈനലി നമ്മുടെ ആവണങ്ങാട്ട് എത്തിയിട്ടുണ്ട്. ഈ കവാടം തന്നെയാണ് അവിടുത്തെ ഏറ്റവും ഹൈലൈറ്റും. അതുപോലെ തന്നെ അത്രയും ഭംഗിയിലാണ് അത് പണിത് വെച്ചിരിക്കുന്നത്. ഉള്ളിലേക്ക് ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ വിഷ്വൽസ് ഒന്നും എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് 11 മണിയായപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഉച്ചയ്ക്കുള്ള ചോറ് കിട്ടും. അങ്ങനെ അവിടെ നിന്ന് പ്രസാദമൊക്കെ കഴിച്ച് ഞങ്ങൾ അമ്മയ്ക്ക് ചെരുപ്പ് വാങ്ങാനായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈമാളിലേക്ക് പോയി. എൻട്രൻസിൽ തന്നെ കഥകളിയുടെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. സൂക്ഷിച്ച് നോക്കിയാൽ അതിൻ്റെ കണ്ണാൻ ഞങ്ങളത് കാണാം. പിന്നെ അവിടെ ഓണായതുകൊണ്ട് തന്നെ കുട്ടികളുടെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഒരു ഷോ പോലെ കുറച്ച് പിള്ളേരൊക്കെ പങ്കെടുപ്പിച്ചിട്ട് എന്തൊരു കസാര കളി, സ്പൂൺ റൈസ്, അങ്ങനത്തെ പരിപാടി. പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ തിരിച്ചു വരാൻ നേരത്ത് നല്ല മഴയായിരുന്നു. SM അച്ഛൻ വെയിറ്റ് ചെയ്യുന്നു. നമ്മൾ വീട്ടിലെത്തി കാലത്ത് പോയാണ്. ഇപ്പം സമയം 3:15. ഇപ്പം സമയം 3:15 ഇനി നമുക്ക് വൈകുന്നേരം ഒരു കല്യാണ പാർട്ടി ഉണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇനി അതിന് പോകണം. അപ്പോഴേക്കും വേറെ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആവണം. ഇന്ന് പോയത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം കാലത്ത് ഒട്ടും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അമ്പലത്തിൽ. രണ്ടിടത്താണെങ്കിൽ അതെ, നമുക്ക് നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി. പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. സോ നമുക്ക് കുറച്ച് നേരം പോയിട്ട് റെസ്റ്റ് എടുക്കാം. വീട്ടിലെത്തിയപ്പോൾ ഓർഡർ ചെയ്തൊരു സംഭവം എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയാം. ഇതിൻ്റെ ഉള്ളിൽ വിൽവയുടെ മിൽക്ക് സെറം ആണുള്ളത്. സോ ഇതെൻ്റെ 2ാമത്തെ ബോട്ടിലാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആ പ്രോഡക്റ്റ്. യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഉണ്ട്. ഇത് നമുക്ക് AM and PM
AM/PM സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താൻ പറ്റും. പാക്കിംഗ് ഒക്കെ പൊട്ടിക്കാം. ഇത് ഭയങ്കര സെക്യൂർ ആയിട്ടുള്ള പാക്കിംഗ് ആണ്. അപ്പം അതിൻ്റെ ബാക്കിൽ കൂടെ നമുക്ക് പിടിച്ചാൽ ഇതാണ് പ്രൊഡക്റ്റ്. ഇതിൻ്റെ റിവ്യൂ വേണമെങ്കിൽ കമൻറ്റിൽ ചെയ്യണം റിവ്യൂ വേണമെന്ന്. അപ്പോൾ റിവ്യൂ ഇടാം. ഈവനിങ് ഒരു 6 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയും പാർട്ടിക്ക് പോകാനായിട്ട് ഇറങ്ങി. ചെന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെക്കനെയും പെണ്ണിനെയൊക്കെ പോയി കണ്ടു. അത് കഴിഞ്ഞിട്ട് പോയി ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. ഇതാണ് ഇവാനിയ, എൻ്റെ കസിനാണ്. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഐസ്ക്രീം കഴിക്കാനായിട്ട് പോയി. കുറച്ച് നേരം ഡാൻസൊക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം ഇതിട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലേക്ക് പോന്നു. അപ്പം ഞാനിങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ ചേട്ടൻ വന്നു. ചേട്ടനെ ഞാൻ വിളിക്കാൻ, ചേട്ടന് ഭയങ്കര വിഷമമാണ്. ചേട്ടനെ ഞാൻ വീഡിയോയിലൊന്നും കാണിക്കണില്ല എന്ന് പറഞ്ഞിട്ട്. സോ ഇതാണ് എൻ്റെ ചേട്ടൻ. ഒരു ഹായ് വേറെ കുറേ നാളായിട്ട് പറയല്ലേ. അങ്ങനെ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോകും. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ചേട്ടൻ ചേച്ചിനെ കൊണ്ടുവരാൻ പോകും. ചേച്ചിയുടെ ഓഫീസിൽ നിന്ന് ടൂറ് പോയിരിക്കുകയാണ് മൂന്നാർക്ക്. അല്ലേ? അതെ. ഇന്ന് രാത്രി കഞ്ഞിയും പിന്നെ മുട്ട കുത്തിപ്പൊരിച്ചതായിരുന്നു. അങ്ങനെ ചേട്ടൻ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ വേഗം ഡ്രസ്സൊക്കെ മാറിയിട്ട് പല്ലൊക്കെ തേച്ച് ഫേസൊക്കെ കഴുകി കുറച്ച് സെറൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തേച്ച് ഒന്ന് പോയി കിടന്ന് ഉറങ്ങിയാൽ മതി. കാരണം കാലത്തുടങ്ങിങ്ങനെ നടന്ന് എനിക്ക് ഫുൾ ക്ഷീണമായി. സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.